ഭൂമി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് പട്ടാമ്പി ഷോറൂമിൽ ഒന്നാം വാർഷികാഘോഷം ഫെബ്രുവരി 1 മുതൽ 29 വരെ. ഭൂമി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ കവിതയുടെ കാർണിവൽ 7ാം പതിപ്പിന് ഒരുക്കങ്ങൾ തുടങ്ങി. ഫെബ്രുവരി 27 മുതൽ 29 വരെയാണ് കാർണിവൽ നടത്തുന്നത്. ഇതിന്റെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കവിതയുടെ കാർണിവൽ നടത്തിവരുന്നത്. ഇത്തവണ കവിതയുടെ കാർണിവലിന്റെ 7ാം പതിപ്പിനാണ് ഫെബ്രുവരി 27 മുതൽ 29 വരെ പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് വേദിയാകുന്നത്. സംവാദങ്ങൾ, പ്രഭാഷണങ്ങൾ, ആദരസന്ധ്യ, മറ്റു കലാപരിപാടികളും കവിതാ കാർണിവലിന്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട്. കവിതാ കാർണിവലിന്റെ നടത്തിപ്പിനായുള്ള സംഘാടക സമിതിയും രൂപീകരിച്ചു. മുഹമ്മദ് മുഹസിൻ MLA സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കവിതയുടെ കാര്യത്തിൽ കവിതയുടെ അങ്ങനെയുള്ള ഒരു ആഘോഷം നടക്കുമ്പോൾ പട്ടാമ്പിയുടെ പേര് കൂടി അതിൽ എഴുതി ചേർക്കപ്പെട്ടു എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ 7ാമത് പതിപ്പ് ചില പരിമിതികൾ, സമയത്തിന്റെ പരിമിതിയും മറ്റുള്ളതും ഒക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ദിവസങ്ങൾ കുറച്ചുകൊണ്ടാണ് നടത്തുന്നത് എങ്കിൽ 3 ദിവസം വളരെ പാക്ഡായി ഏറ്റവും നല്ല രീതിയിൽ നടക്കുകയാണ്. ഇപ്രാവശ്യം കുറച്ചുകൂടി അക്കാദമികമായ ഫോക്കസ് കൂടി കുറച്ചുകൂടെ ആഴത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിവിധ സെമിനാറുകൾ, മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഗസ്റ്റുകളും പിന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ അതിരുകളുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഏറ്റവും മണിപ്പൂരിൽ നിന്നും ആസാമിൽ നിന്നൊക്കെ മനുഷ്യൻ തന്നെ ഈ രാജ്യത്തിൻ്റെയും അതിനപ്പുറത്തുള്ള ബൗണ്ടറികൾക്ക് അപ്പുറത്ത് ഓരോ വ്യക്തികളും കുടുംബത്തിലും ബൗണ്ടറി ഉണ്ടാകുന്ന, അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒക്കെയാണ് ആളുകൾ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. ഇസ്രയേലിൽ ഒരു കവിയുണ്ട്, അതോടൊപ്പം മണിപ്പൂരിൽ നിന്നും അസാമിൽ നിന്നും ഒക്കെയുള്ള കവികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കൂടി നമുക്ക് കേൾക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. കോളേജ് പ്രിൻസിപ്പൽ CD ദിലീപ് അധ്യക്ഷനായിരുന്നു. PTA വൈസ് പ്രസിഡന്റ് VT ശോഭന, പ്രൊഫസർ CP ചിത്ര, നഗരസഭാ കൗൺസിലർ KT റുക്കിയ, HK സന്തോഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.